എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നത് പോലെ ചിങ്ങമാസം ശ്രീനാരായണ മാസമായി കുറേ വർഷങ്ങളായി നാം ആഘോഷിച്ച് വരികയാണ്. ആഗസ്റ്റ് മാസം 17-ാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ മാസം 24-ാം തീയതി പര്യവസാനിക്കുന്ന രൂപത്തിൽ ശ്രീനാരായണ മാസാചരണവും ധർമ്മചര്യ യജ്ഞവും രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്നതിൽ ഗുരുധർമ്മ പ്രചരണ സഭയും SNDP ശാഖകളും അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ ഗുരുദേവ പ്രസ്ഥാനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു ജനവിഭാഗത്തിൻ്റെയും വളർച്ചയ്ക്ക്, പുരോഗതിക്ക് നിശ്ചിതമായ ഒരു കാലയളവ് വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി നീക്കിവെക്കാറുണ്ട്. ഹിന്ദുമതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാ മതങ്ങളിലും അങ്ങനെയുണ്ട്. ഹിന്ദുമതത്തിൽ വൃശ്ചികം 1 തൊട്ട് 41 ദിവസം മണ്ഡലകാലം ആഘോഷിക്കാറ്. ശ്രീനാരായണ സമൂഹത്തിൻ്റെ മണ്ഡലകാലമാണ് ഗുരുദേവൻ തിരുവവതാരം ചെയ്ത ചിങ്ങമാസം, ചിങ്ങം 1 തൊട്ട് ഗുരുദേവ ജയന്തിയും ഗുരുദേവൻ്റെ മഹാസമാധി ദിനമായ കന്നി 5 ഉൾപ്പെടെ സെപ്റ്റംബർ മാസം 24-ാം തീയതി വരെയുള്ള പുണ്യദിനം. ഈ കാലയളവിൽ ഗുരുദേവ ശിഷ്യന്മാരായ സത്യവ്രതസ്വാമി, PK മാധവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ മഹത്തുക്കളുടെ ജന്മസമാധി ദിനങ്ങളും അതുപോലെ ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയ പുണ്യദിനങ്ങളൊക്കെ ഈ കാലയളവിൽ വന്നു ചേരുന്നുണ്ട്. ഗുരുദേവ ഭക്തന്മാർ ഈ ദിനങ്ങളിലെല്ലാം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും ഒരു നോയമ്പുകാലമായി, വ്രതാനുഷ്ഠാന കാലമായി സ്വീകരിച്ചുകൊണ്ട് ഗുരുദേവ സന്ദേശ പ്രചരണത്തിൽ സമ്പൂർണ്ണ മുഴുകുന്നതിൽ മുഴുവൻ ഗുരുദേവ ഭക്തന്മാരും ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണെന്ന് ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. എല്ലാ ദിവസവും ഗൃഹ സന്ദർശന പരിപാടിയും പ്രാർത്ഥനാ യോഗങ്ങളും അതുപോലെ ഗുരുദേവ കൃതികളുടെ പാരായണവും ഒക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. രാവിലെ 6 തൊട്ട് 6:30 മണി വരെയുള്ള സമയത്ത് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയിൽ മുഴുകേണ്ടതാണ്. പ്രത്യേകിച്ച് അടുത്തുള്ള ഗുരുമന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിലും ആരാധന നടത്തുന്നതിലും പ്രത്യേകിച്ച് ശിവഗിരിയിലും ചെമ്പഴന്തിയിലും അരുവിപ്പുറത്തും പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുന്നതിലും ഈ കാലയളവിനെ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഗുരുദേവനെ സംബന്ധിച്ച ലഘുലേഖകൾ, പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ, ചിത്രങ്ങൾ ഒക്കെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിലും തന്നാലാവുന്ന രീതിയിൽ ഓരോ ഗുരുദേവ ഭക്തന്മാരും ഗുരുദേവ സന്ദേശ പ്രചരണത്തിൽ മുഴുകുന്നതിലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ശിവഗിരി മഠത്തിന് വേണ്ടിയും ഗുരുദേവ സന്യസ്ത ശിഷ്യ പരമ്പരയ്ക്ക് വേണ്ടിയും എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമോവാകം.